ഈശോയുടെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും ദൈവത്തിന്റെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ബുധനാഴ്ച ലവ് ജഹാദിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തു. അത് കേട്ട് കഴിഞ്ഞപ്പം എന്റെ കുറെ കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവും യഹോവയും ഒന്നല്ല എന്ന് പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഈ അന്വേഷിച്ച് എന്നോട് ചോദ്യം ചെയ്ത ആളുകളെ കുറിച്ച് പഠിച്ചപ്പോ ഭൂരിഭാഗം ആളുകളും പൗരസ്ത്യ സഭയിൽ ചേർന്ന ആളുകളാണ്, പാശ്ചാത്യ സഭയിലുള്ളവരല്ല. പൗരസ്ത്യ സഭ എന്ന് ഉദ്ദേശിച്ചാൽ ഈ കാൽവിയൻ സമൂഹത്തിൽ ഇരുന്ന് വന്ന സീറോ മലബാർ, അതുപോലെ മലങ്കര, ഇല്ലെങ്കിൽ യാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ്, ഇങ്ങനെ ഈ പൗരസ്ത്യ അല്ലെങ്കിൽ ഈ സിറിയൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സഭകളിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ് കൂടുതലും ഈ ചോദ്യം എന്നോട് ഉന്നയിച്ചത്. പഴയ നിയമത്തിൽ പറയുന്ന യഹോവ തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹ്? അപ്പൊ അതിന് മറുപടി പറയണമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പ്രേരിപ്പിച്ചത് കൊണ്ട് ഞാനൊന്ന് ഈ ടോക്കൊന്ന് ഒരു സെൽഫി റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. ദൈവത്തിന്റെ പഴയ നിയമത്തിലുള്ള പേരെന്താ? ഹീബ്രു ഭാഷയിൽ ദൈവത്തിന് നൽകിയിരിക്കുന്ന പേര് എലോഹിം എന്നൊരു വാക്കാണ്. എലോഹിം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, ക്രിയേറ്റർ എന്നർത്ഥം. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഏൽ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഏൽ ഷഡായ്, ഏൽ ഷമ്മ, ഏൽ റോഹ, ഏൽ റാഫ, ഏൽ റോയ്, ഏൽ. അരമായിക് ഭാഷയിൽ ദൈവത്തിന് ഉപയോഗിച്ച പേര് ഏലി എന്നാണ്. ഈശോ കുരിശിൽ നിന്ന് വിളിക്കുന്ന വാക്ക് നിങ്ങൾക്കറിയാം, ഏലി ഏലി ലമാ സബക്താനി. ഈ ഏലിയെ പലപ്പോഴും സിറിയൻ അരമായിക്കുകാർ ആലാഹ എന്ന് വിളിച്ചത് നമുക്കറിയാം. ഖദ്ദീഷ താലാഹ, ഖദ്ദീഷ തൈസോന അല്ലേ ദൈവം പരിശുദ്ധനാണെന്ന് പറയുന്ന ഈ ആലാഹ എന്നത്. ഈ ആലാഹയാണ് അള്ളയായി മാറിയത് എന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ അവിടെയാണ് നമ്മൾ വിശ്വാസത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകേണ്ടത്. അറബിയിൽ ദൈവത്തിന്റെ പേര് ഇലാഹ് എന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഹീബ്രുവിൽ എലോഹിം എന്നും അരമായിക്കിൽ ഏലി എന്നും അറബിയിൽ ഇലാഹ് എന്നുമാണ്. ഇലാഹ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോ ഈ ഷാക്കിർ നായക്ക് പരസ്യമായിട്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ചേർത്തുന്ന ചില വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബില്. അതിൽ അദ്ദേഹം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ അഷ്ഹദു, ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറയുന്നു, അൻ, നിശ്ചയമായും, ലാ ഇലാഹ, ഒരു ദൈവവുമില്ല, ആരാധനക്കർഹനായ ഒരുത്തനുമില്ല, ഇല്ലല്ലാ, അല്ല ഒഴികെ വേറൊരു ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇലാഹ് എന്നൊരു വാക്കുണ്ട്, അല്ലാഹ് എന്ന വാക്കുണ്ട്. അപ്പൊ ഇലാഹില്ല, ദൈവമില്ല, ദൈവങ്ങളില്ല, ഒന്നുമില്ല, ഒറ്റൊരാള് അല്ല മാത്രം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതുണ്ടായത് എങ്ങനെയാന്ന് പറയാം. നിങ്ങളെ ഞാനിപ്പോ ഇടുന്ന ഈ സ്ക്രീൻഷോട്ട് ഒന്ന് കണ്ടേക്കണം. സ്ക്രീൻഷോട്ട് കണ്ടു കഴിഞ്ഞല്ലോ. ഈ ഇസ്ലാം ഉണ്ടാകുന്നതിന്റെ മുമ്പ്, അതായത് മുഹമ്മദ് നബി പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പും അള്ളാഹ് എന്ന പേര് അറബിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബിയുടെ ബാപ്പയുടെ പേര് പോലും അബ്ദുള്ള എന്നാണ്, അള്ളാന്റെ അടിമ എന്നാണ്. അദ്ദേഹം ജനിച്ച അറബിയിലെ ഒരു സമൂഹത്തിന്റെ പേരാണ് ഖുറൈശികൾ എന്ന്. ഖുറൈശികൾ എന്ന് പറയുന്ന അറബികളുടെ ദേവാലയമായിരുന്ന അന്നത്തെ മക്കയില്, അതായത് ഇന്നത്തെ ആ കാബയില് 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദൈവമല്ല, രണ്ട് ദൈവം, 360 വിഗ്രഹങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില വിഗ്രഹത്തിന്റെ ദൈവത്തിന്റെ പേരൊക്കെ ഖുറാനിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത, അൽ ഉനാസ, അൽ മസ്സ, ഇങ്ങനെ കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങളിൽ ഏറ്റവും ചീഫായ അല്ലാത്ത എന്ന ഒരു ദേവതയുണ്ടായിരുന്നു. ആളുടെ മക്കളാ ബാക്കിയുള്ളതെല്ലാം എന്നൊക്കെ ചരിത്രങ്ങളിൽ പഠിച്ചാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ അല്ലാത്ത എന്ന അറബിയിൽ എഴുതുന്ന അലിഫ് ലാം, ലാം ദീർഘമിട്ടിട്ട് പിന്നെ തായാണ് അവസാനം വരുന്നത്. ഇന്ന് അല്ലാഹ് എന്ന് എഴുതുന്നത് അത് തന്നെ, അലിഫ് ലാം ലാം പിന്നെ ഹായാണ് അവസാനം. ആക്ച്വലി അതിന്റെ മേളിൽ 2 കുത്തുണ്ട്, തായാണ്. അല്ലാത്ത. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങള്. ഈ മുഹമ്മദ് നബി യഹൂദരെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് പഠിച്ച് ഏകദൈവത്തിൽ ഭയങ്കര ഇഷ്ടം വന്നു കഴിഞ്ഞപ്പോ, അദ്ദേഹത്തിന് അതിനോടുള്ള താല്പര്യം മൂത്തു കഴിഞ്ഞപ്പോ
വേറെ ഒരു സമൂഹത്തിലുണ്ടായും പ്രവാചകന്മാർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറബിയിൽ നിന്ന് തന്നെ വേണമെന്ന ഈഗോയിസം അറബിയിൽ ഉണ്ടായപ്പോ അദ്ദേഹം വന്ന് ഈ കൺക്വയറിംഗ് ചെയ്ത് മദീനയിൽ നിന്ന് തിരിച്ചു വന്ന് ഈ കാബ പിടിച്ചെടുക്കുന്ന കാലത്ത് സകല വിഗ്രഹങ്ങളെയും തച്ചടച്ചിട്ട് വിരല് സ്വർഗത്തിലേക്ക് ചൂണ്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞത്രേ, ലാ ഇലാഹ, ഒരൊറ്റ ദൈവം ഇല്ലടാ, ഇല്ലല്ലാത്ത, അല്ലാതെ എന്ന്. അത് ഹുബാലാണെന്നും അല്ലെങ്കിൽ അതൊരു മൂൺദേവതയാണെന്നും ഒക്കെ പല ചരിത്ര പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചത് കാണാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ ക്രസന്റ് മൂണിന് ഇത്ര അധികം സ്ഥാനം മസ്ജിദുകളുടെ മുകളിൽ വന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിൽ അത് പിന്നീട് ഓട്ടോമൻസിന്റെ കാലത്തിലാണ് ഇത് മസ്ജിദിൽ കയറി പിടിച്ചതെന്ന് നമുക്കറിയാം. എങ്കിലും എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഇത് കൂടാതെ നമ്മൾ സംശയിക്കേണ്ട വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് ഹിലാൽ പിറവിയിലേക്ക് കൂടുതൽ, അതായത് ഈ ഹിജ്റ വർഷത്തിലേക്കുള്ള ശ്രദ്ധ അറബികൾ കൂടുതൽ കൊടുത്തത്? ഒരുപക്ഷെ പഴയ നിയമത്തില് നമ്മൾ കാണുന്ന ബാൽ ദൈവമുണ്ടല്ലോ, അതൊരു വിഗ്രഹമായിരുന്നു. ആ ബാൽ ദൈവത്തിന്റെ തന്നെ ഒരു പ്രതിബിംബമാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കും. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് നിങ്ങളൊന്ന് കേൾക്കണം, ഒന്ന് വായിക്കണം. ഈ സ്ക്രീൻഷോട്ട് ഒന്ന് വായിക്കാവോ? അടുത്തതും നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ അഡ്രസ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മോശയ്ക്ക്. അപ്പൊ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന. അവിടെ എന്താ ഇസ്മായിലിനെ കാണാനില്ല? നിങ്ങൾ എന്തുകൊണ്ടത് രണ്ടാമത് ചിന്തിച്ചിട്ടില്ല? എനിക്ക് ഇത്ര മാത്രമേ എന്റെ സകല ക്രിസ്തീയ വിശ്വാസികളോടും പറയാനുള്ളൂ. അല്ലാഹ് എന്നത് അറബിയിൽ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിന്റെ പേര് യഹോവയ്ക്ക് നൽകാൻ വേണ്ടി മുഹമ്മദ് ശ്രമിച്ച ഒരു വാക്കാണ്. ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു നാമമുണ്ട്, യഹോവ. ആ യഹോവ രക്ഷകനെ അയച്ചപ്പോ രക്ഷകന് യഹോവ നൽകിയ ഒരു പേരുണ്ട്, യാഹ്ശുവ, ദൈവം രക്ഷിക്കുന്നു. അത് ക്രിസ്തുവിന്റെ പേരാണ്. ഞാൻ എന്റെ ആദ്യത്തെ മോൾക്ക് പേരിട്ടപ്പോ, മോൾക്ക് ഇപ്പോൾ 10 വയസ്സായി, മോള് ജനിച്ച് പേരിട്ട് കഴിഞ്ഞപ്പോ ഞാൻ സെലക്ട് ചെയ്ത പേരാണ് അബി യാഹ്. യാഹുവേ ഈസ് മൈ ഫാദർ. അബി എന്റെ ഡാഡി, യാഹ് യാഹ്വേ. സോ യാഹ്വേ ഈസ് മൈ ഫാദർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഏകനാണ്. ഏകത്വത്തിൽ ത്രിത്വത്തെ കുറിച്ചുള്ള ക്ലാസ് പിന്നീട് ഞാൻ പഠിപ്പിക്കും. ആ ഏകനായ ദൈവം യഹോവയാണ്. വേറെ ഒരു പേരും ഈ യഹോവയ്ക്ക് ദയവ് ചെയ്ത് നൽകരുത്. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ആമേൻ.